ഇപ്പോഴ് ലോകത്തിൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ കോളേജുകളിലും സ്കൂളുകളുടെയൊക്കെ ഈ ടൈമിലൊക്കെ ആകുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടാകുന്ന ഒരു ടേമാണ് സക്സസ്. ജയിക്കുക, വിജയിക്കുക എന്നുള്ള ഒരു ടേം. അപ്പോൾ അതിന് പലപ്പോഴും കോച്ചിങ് ഉണ്ട്, സക്സസ് കോച്ചിങ്, അല്ലെങ്കിൽ എങ്ങനെ ഒന്നാമനാവണം, അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് പരീക്ഷയിൽ എങ്ങനെ നമ്പർ 1 ആകണം. ഇതൊക്കെ ഭയങ്കര കൺസേൺ ആണല്ലോ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ. പണ്ടാണെങ്കിൽ നമുക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. 10 ക്ലാസ് എങ്ങനെയൊക്കെ പാസ്സാവണം, പിന്നെ PDC അങ്ങനെ പോകായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ പിള്ളേർക്കെല്ലാം പ്രത്യേകിച്ചും ഒരു എയിമുണ്ട്, അവർക്ക് പ്രത്യേകിച്ചും ചില ടാർഗറ്റുകളുണ്ട്, ചില എക്സാമുകളുണ്ട്, ഒക്കെ ആയിട്ട് അവർ പോകുന്നു. പക്ഷേ നമ്മൾ വിചാരിക്കും ഈ എക്സാം കൊണ്ട് കഴിയും, അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി തീരും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കുമ്പോൾ പിന്നെയും മനസ്സിലാവും അതുകൊണ്ട് തീരുന്നില്ല, പിന്നെയും മുമ്പോട്ട് തന്നെ ഇത് പോവുകയാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ ഒടുവിൽ നമ്മളിനി അഥവാ ഒരു ജോലിക്കൊക്കെ കയറി കഴിഞ്ഞാലും പിന്നെയും നമ്മൾ ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാണ്, ഹൗ ക്യാൻ വി ബി സക്സസ്ഫുൾ? അവരും ചോദിക്കുന്ന ഹൗ ക്യാൻ വി ബി സക്സസ്ഫുൾ, എങ്ങനെയാണ് ബിസിനസ് എങ്ങനെ സക്സസ്ഫുൾ ആക്കാം. അപ്പോഴും ആ സെയിം സക്സസ് എന്നുള്ള ഒരു ടേമാണ് ഇങ്ങനെ വരുന്നുകൊണ്ടേയിരിക്കുന്നത്. ഓരോരുത്തരുടെയും ഡെഫിനിഷൻസ് വ്യത്യാസമാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു പരീക്ഷയ്ക്ക് എഴുതുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് സക്സസ് എന്ന് ചോദിച്ചാൽ അവനെ സംബന്ധിച്ച് ചിലർക്ക് പരീക്ഷ പാസ്സാകുന്നതാണ് സക്സസ്, ചിലരെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയ്ക്ക് 100-ൽ 100 മാർക്ക് മേടിക്കുന്നതാണ് സക്സസ്. പലർക്കും സക്സസ് എന്നുള്ള ടേം തന്നെ പല രീതിയിലാണ്. എന്നാൽ പരീക്ഷ എഴുതുന്ന 2 കുട്ടികളോട് ചോദിച്ചാൽ, ഒരുത്തരോട് ചോദിക്കുകയാണ് നീ പരീക്ഷ എങ്ങനെ എഴുതാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് പഠിക്കുന്നു, ആൻഡ് ഐ തിങ്ക് ഐ വിൽ ബി ഏബിൾ ടു മേക്ക് ഇറ്റ് എന്ന് പറയും. വേറൊരുത്തൻ പറയും ആ സമയത്തേക്ക് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ലാസ്റ്റ് മിനിറ്റിൽ കിട്ടും, അത് വെച്ച് എഴുതും, എന്തെങ്കിലുമൊക്കെ ബിറ്റും പേപ്പറും ഒക്കെ കൊണ്ടുപോകും, എങ്ങനെയൊക്കെ എഴുതി ഞാൻ പാസ്സാവും. അങ്ങനെയും പാസ്സാവുന്നവരുണ്ട്, അങ്ങനെയും സക്സസ് മേടിക്കുന്നവർ ഉണ്ട്. അപ്പോൾ പല രീതിയിൽ ഈ സക്സസിൻ്റെ ഫോർമുല നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ ദൈവവചനം എന്നുള്ള ലിമിറ്റ് കർത്താവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ അടുത്ത് വരുമ്പോൾ കർത്താവ് എങ്ങനെയാണ് ആ സക്സസ്സിൽ മുമ്പോട്ട് പോകാൻ, നമ്മളുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന നമ്മളുടെ ദൗത്യം എങ്ങനെയായിരിക്കും കർത്താവ് ഡിഫൈൻ ചെയ്യുന്നത്. കർത്താവ് നമ്മളെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും കർത്താവിൻ്റെ മനസ്സിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ചെയ്തു തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും സക്സസ്ഫുള്ളും ഏറ്റവും ബെസ്റ്റായിട്ടും. അത് ചെയ്തു തീർക്കുക എന്നുള്ളതാണ്, ദാറ്റ് ഈസ് എ സക്സസ്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പക്ഷെങ്കിൽ പല സക്സസ് ഇതിനു വേണ്ടി നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. എൻ്റെ ഷോർട്ട് ടേം ഗോൾ ഇങ്ങനെയാണ്, എൻ്റെത് അങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എന്നാൽ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദൗത്യം ഈ ലോകത്ത് വെച്ചിട്ടുണ്ട്. ആ ദൗത്യം ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തു തീർത്ത്, അതുകൊണ്ടാണ് വേല തികച്ചു, ഞാൻ ഓട്ടമോടി തികച്ചു എന്നൊക്കെ പറയും. അപ്പം ആ ഓട്ടമോടി തികച്ചു എന്ന് പറയാനായിട്ട് വെച്ചാൽ ബിക്കോസ് ഓട്ടത്തിൻ്റെ ഡെസ്റ്റിനേഷൻ അറിയാം, എവിടെ വരെയാണ് എത്രമാത്രം ഞാൻ ഓടണം എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഡെഫിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഡെസ്റ്റിനേഷൻ ക്ലിയർ ആകത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാൻ എൻ്റെ ഓട്ടമോടി തികച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് വളരെ കോൺഫിഡൻ്റ് ആണ്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ സക്സസ്ഫുൾ ആണ് എന്ന് നമ്മൾ പറയുമ്പോൾ വാട്ട് ഈസ് അവർ പാരാമീറ്റർ? ലോകത്തിലെ പാരാമീറ്റേഴ്സ് പോട്ടെ, നമുക്ക് കർത്താവിനെ അനുസരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് പാരാമീറ്റർ ആയിട്ടുള്ളത്? യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ഒരു വാക്യം വായിക്കും. ജോഷുവ ചാപ്റ്റർ 1 വേഴ്സ് 8. Can you read it? Verse 8, 8-ാമത്തെ വാക്യം. This book of the law shall not depart from your mouth, but you shall meditate in it day and night, that you may observe to do according to all that is written in it. For then you will make your way prosperous, and then you will have good success. Good success. എൻ്റെ മലയാള ഭാഗം വായിക്കാമോ? പ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്, അതിലെഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും എന്നാണ് മലയാളത്തിൽ. പക്ഷേ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് that you will be successful. അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ജോഷുവയ്ക്ക് ഒരു കമാൻഡ് കൊടുക്കുകയായിരുന്നു. ജോഷുവ നമ്മുടെ മോസസിൻ്റെ കീഴിലായിരുന്നു ട്രെയിൻ ചെയ്യപ്പെട്ടത്. മോശ ഇപ്പോൾ മാറി, ഇപ്പോൾ ജോഷുവ റെസ്പോൺസിബിലിറ്റി എടുക്കാനായിട്ട് പോവുകയാണ്. ആ പോകുന്നതിന് മുമ്പ് കർത്താവ് കൊടുക്കുന്ന ചില, അല്ലെങ്കിൽ യഹോവ കൊടുക്കുന്ന ചില എൻകറേജിങ് വേർഡ്സ് ആണ് അവിടെയുള്ള വാക്യങ്ങൾ, നമ്മൾ വായിക്കുന്ന വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. അദ്ദേഹത്തിനോട് പറയുന്ന കാര്യം, നീ ഈ ദൈവത്തിൻ്റെ വചനം, the book of the law shall not depart from your mouth, but you shall meditate on it day and night, that you may observe to do according to all that is written in it, for then you will make your way prosperous and you will have a good success. So, according to the Lord, ദൈവത്തിൻ്റെ നിയമപ്രകാരം the good success is for him is this way, that you have to follow everything according to the law
ബിക്കോസ് ദർ ഇസ് എ ടാസ്ക്. അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരു ടാസ്ക് ഉണ്ട്. എന്താണ് അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ടാസ്ക്? 2 വാക്യം മേലോട്ട് വായിക്കുമ്പോൾ വേഴ്സ് 6 and 7, 6 7 വായിക്കാമോ? ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. Yeah. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എൻ്റെ ദാസനായ മോശെ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബി സ്ട്രോങ് ആൻഡ് ഓഫ് ഗുഡ് കറേജ്, ഫോർ ടു ദിസ് പീപ്പിൾ യു വിൽ ഡിവൈഡ് ഓൺ ആസ് an inheritance the land which I swore to their fathers to give them. യഹോവ അവർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത സ്ഥലം അവർക്ക് വിഭാഗിച്ചു കൊടുക്കുന്നത് നീ ആയിരിക്കും. അതിനുവേണ്ടി മോസസ് വാസ് സപ്പോസ് ടു ഡു ദാറ്റ്. മോസസിനായിരുന്നു ശരിക്കും അത് കൊടുക്കാനായിട്ടുള്ള ദൈവം വെച്ചത്. പക്ഷേ മോശയ്ക്ക് അവിടെ കടക്കുവാനായിട്ട് പറ്റിയില്ല. എന്താണ് പറ്റാഞ്ഞെന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ഇവിടെ അടുത്ത കമാൻഡ് ദൈവം കൊടുക്കുകയാണ്. ജോഷുവ എടുക്കുക പറഞ്ഞാൽ യു വിൽ ഡിവൈഡ് ഇറ്റ്, ബട്ട് യു വിൽ ബി സക്സസ്ഫുൾ പ്രൊവൈഡഡ്. നീ എങ്ങനെയായിരിക്കും സക്സസ്ഫുൾ ആകാൻ പോകുന്നത്? നീ കൃതാർത്ഥനാകാൻ പോകുന്നത് എങ്ങനെയാണ്? നീ ഇതുപോലെ ദൈവത്തിൻ്റെ കൽപ്പന നിൻ്റെ വായിൽ നിന്ന് നീങ്ങരുത്. നീ അതിനെ രാവും പകലും നീ അതിനെ ധ്യാനിക്കണം. നീ അത് ചെയ്യുവാനായിട്ട് മനസ്സ് വെക്കണം എന്നുള്ള കാര്യം അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കമാൻഡിൻ്റെ അദ്ദേഹത്തിൻ്റെ ജോലിയുടെ മുമ്പ് ഭാഗത്തിൽ ആദ്യം ഇത് പറഞ്ഞു കൊടുത്ത കമാൻഡ് ആയതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഉടനീളം അല്പം അപാകതകളൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നു എന്നുള്ളത് ശരിയാണെങ്കിലും, പക്ഷേ മൊത്തത്തിൽ അദ്ദേഹം അറ്റ്ലീസ്റ്റ് ഹീ കുഡ് കംപ്ലീറ്റ് ഇറ്റ്. അദ്ദേഹത്തിന് കൊടുത്ത ആ ദൗത്യം ചെയ്തു തീർക്കാനായിട്ട് പറ്റി എന്നുള്ളതാണ് ഒരു വലിയ കാര്യം. എന്നാൽ 24-ാമത്തെ അധ്യായം, ജോഷുവയുടെ അവസാനത്തെ അധ്യായം, ചാപ്റ്റർ 24 ജോഷുവ ഷെഖേമിൽ വന്നിട്ട് ഈ തന്നെ എല്ലാവർക്കും വിഭാഗിച്ചു കൊടുത്തതിന് ശേഷം അവരെ എല്ലാവരെയും തിരിച്ചു വിളിക്കുകയാണ്. 24-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യവും 2-ാമത്തെ വാക്യം, ചാപ്റ്റർ 24 verse 1 and 2. അനന്തരം യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെ എല്ലാം ഷെഖേമിൽ കൂട്ടി. ഇസ്രായേലിന്റെ മൂപ്പന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ചു. അവർ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നു നിന്നു. അപ്പോൾ യോശുവ സർവ്വജനത്തോടും പറഞ്ഞതെന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹാമിൻ്റെയും നാഹോരിൻ്റെയും പിതാവായ തേരഹ് പണ്ട് നദിക്കക്കരെ പാർത്ത് അന്യദൈവങ്ങളെ സേവിച്ചു പോന്നു. മതി. അവിടെ പറഞ്ഞിരിക്കുന്നു അവരുടെ അടുക്കൽ ഒരു ഹിസ്റ്ററി ക്ലാസ് പോലെ സംക്ഷിപ്തമായിട്ട് he was explaining it to them. And the first, where is he starting? Where did I pick you from? Verse 2. Chapter 24 verse 2. 24-2. He said, അവിടെ പറയായിരുന്നു, from your fathers, including Terah, the father of Abraham, the father of Nahor, dwell on the other side of the river in the olden times, and they served other gods. ഈ നദി എന്ന് പറയുന്നത് യൂഫ്രട്ടീസ് നദിയുടെ അപ്പുറത്ത്, നമുക്കറിയാം ബാബിലോൺ ഇറാഖ് ആ മേഖലകളിലെ കാര്യം പറയുന്നത്. അവിടെ നിന്നും ഊരിൽ നിന്നും എടുത്തുകൊണ്ട് വന്ന ഈ വംശത്തെ അദ്ദേഹത്തിനോട് പറയാണ്, അവിടം തൊട്ട് ഇങ്ങോട്ട് പറയണം ദൈവം നിങ്ങളെ എങ്ങനെയാണ് നടത്തിയെന്ന്. ഓരോ സാഹചര്യങ്ങളും നിങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ദൈവം ഞാനായിരുന്നില്ല, നിങ്ങളുടെ ദൈവം യു സെർവ്ഡ് അതർ ഗോഡ്സ്. മറ്റു പല ദൈവങ്ങളെയും സേവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഈ യഥാർത്ഥമായ ദൈവത്തെ തിരിച്ചറിഞ്ഞു. ഈ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കനാൻ ദേശം അവകാശമാക്കി തന്നിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു ലോകപ്രകാരം പറഞ്ഞാൽ ഇച്ചിരി സ്വസ്ഥമായി എന്നുള്ള നിലയിലായിരിക്കുന്നു. ഇപ്പോഴാണ് അടുത്ത ചോദ്യം, whom will you serve now? പ്രോബ്ലം ഉള്ളപ്പോൾ, ജോലിക്കെല്ലാം ബുദ്ധിമുട്ടുള്ളപ്പോൾ, രോഗവും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളപ്പോൾ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നത് അത്ഭുതമല്ല. ആരെങ്കിലും നമ്മൾ വിളിക്കും, ഏതെങ്കിലും ദൈവത്തെ നമ്മൾ വിളിക്കും. പക്ഷേ ഇവിടെ ഏകദേശമൊക്കെ ഒരു സ്വസ്ഥമായ സിറ്റുവേഷനിൽ അവരോട് ചോദിക്കുകയാണ്. ജോഷുവ ഈസ് ആസ്കിങ് ദം whom you will serve. Verse 14, 14-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിക്കുവിൻ. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെയും മിസ്രൈമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവിൻ. അടുത്ത വാക്യം, യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ
നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ജോഷുവ വാസ് വെരി ക്ലിയർ. ജോഷുവ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ആരെ തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് നദിക്കക്കരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഐഡൽസിനെ സെർവ് ചെയ്യണോ വേണ്ടായോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇല്ല, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം, അതുകൊണ്ടാണ് ഈ വാക്യം വളരെ ഫേമസ് ആണ്, എല്ലാവർക്കും കാണാൻ. ഫോർ മീ ആൻഡ് മൈ ഹൗസ് വി വിൽ സെർവ് ദ ലോർഡ്. ജോഷുവ വാസ് വെരി ക്ലിയർ. ജോഷുവ പറയാണ്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ആ ഒരു കാര്യം ജോഷുവ ക്ലിയർ ആക്കിയാണ്. പക്ഷേ പീപ്പിൾ ആർ സേയിങ്, വി വിൽ സെർവ് ദ ലോർഡ്, ഷുവർലി വിൽ ഡു. സി ഓൾ ദിസ് നമ്മൾ ഈ പറയുന്ന എക്സ്റ്റേണലി പറയുന്ന വാക്കുകളൊന്നും യഥാർത്ഥമായ സാഹചര്യങ്ങളിൽ നിലനിൽക്കുകയില്ല. ജോഷുവയ്ക്ക് ഇത് നന്നായിട്ട് അറിയാം. കാരണം ജോഷുവ തൻ്റെ ലീഡറായിരുന്ന മോസസിൻ്റെ ജീവിതത്തിൽ കണ്ടത് എന്തുവാണെന്ന് പുള്ളിക്ക് വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയായിരുന്നു. അദ്ദേഹത്തിന് അത്രമാത്രം ദൈവത്തോട് സഹിത്വമുള്ള മോശയോട് പോലും ദൈവം ആ കാര്യം ക്ഷമിച്ചില്ല എന്നുള്ളൊരു കാര്യം കാണുമ്പം ദൈവം എത്രമാത്രം സ്ട്രിക്റ്റാണ് കാര്യങ്ങളോടെന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ വായിക്കുമ്പോൾ, സോ ദ പീപ്പിൾ ആൻസേർഡ് ഫാർ ബീറ്റ് ഫ്രം അസ് എന്ന് 16-ാമത്തെ വാക്യം, 17-ാമത്തെ വാക്യം എന്ന് പറയുമ്പോൾ, 19-ാമത്തെ വാക്യത്തിൽ ജോഷുവ പറയുന്നുണ്ടോ, യു കനോട്ട് സെർവ് ദ ലോർഡ്. 19-ാമത്തെ വാക്യം, വേഴ്സ് 19. യോശുവ ജനത്തോട് പറഞ്ഞത്, നിങ്ങൾക്ക് യഹോവയെ സേവിക്കുവാൻ കഴിയുന്നതല്ല. അവൻ പരിശുദ്ധ ദൈവം, അവൻ തീഷ്ണതയുള്ള ദൈവം, അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കുകയില്ല. Praise the Lord. Dear brothers and sisters, we need to know the God whom you serve is a God who is holy and who is asking for due reverence to him. I hope you understand what I'm talking about. ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോഴാണെങ്കിലും, ദൈവത്തെ നമ്മൾ വർഷിപ്പ് ചെയ്യുകയാണെങ്കിലും, ദൈവത്തോടുകൂടെ നടക്കുകയാണെങ്കിലും, ദൈവം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, that you cannot serve God. Why? Because you cannot serve the Lord, for he is a holy God. He is a jealous God. He will not forgive your transgressions nor your sins. And the people said, Lord, no, we have decided. Are you sure? He said, yes, we have decided. Okay, then we're going to make a covenant. And they made a covenant that we will serve this God. അന്ന് തൊട്ട് അവരൊരു കവനൻ്റ് ഉണ്ടാക്കിയാണ്, ഞങ്ങൾ ഇനിയും മുമ്പോട്ട് ഈ കർത്താവിനെ സേവിക്കും എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചൊരു കവനൻ്റ് ഉണ്ടാക്കിയാണ്. ആൻഡ് ദൈവത്തിനുള്ള കാര്യത്തിൽ, കവനൻ്റ് എന്നുള്ള കാര്യത്തിലൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. എനിവേ, ലെറ്റ്സ് ഗോ ഇൻ ചാപ്റ്റർ 24 പിന്നെയും താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നതായിട്ടുള്ളൊരു കാര്യം, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ജോഷുവ മരിക്കുന്നതായി കാണുന്നു. അവിടെ എഴുതിയിരിക്കുന്ന 31-ാമത്തെ വാക്യം, യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള സകല പ്രവർത്തികളും അറിഞ്ഞവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ഇസ്രായേൽ യഹോവയെ സേവിച്ചു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജോഷുവയും ജോഷുവയുടെ സമപ്രായക്കാരായിട്ടുണ്ടായിരുന്ന ചില എൽഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ മാത്രം എന്ത് ചെയ്തു? ജനം യഥാർത്ഥത്തിൽ യഹോവയെ സേവിച്ചു. അത് കഴിഞ്ഞ ശേഷം പിന്നീടുള്ള കാലം, ജോഷുവയുടെ കഴിഞ്ഞതിന് പിന്നീടുള്ള കാലഘട്ടം ന്യായാധിപന്മാരുടെ കാലഘട്ടമാണ്. ജഡ്ജസ്, ദ ബുക്ക് ഓഫ് ജഡ്ജസ്, വി ആർ സ്റ്റാർട്ടിങ് ഫ്രം ദേർ. അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് പോകുന്നത് രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളാണ്. അവിടെയാണ് നമ്മൾ കാണുന്നത് ഫസ്റ്റ് കിങ്സും സെക്കൻഡ് കിങ്സും ഒക്കെ കാണുന്നതായിട്ടുള്ള ഭാഗങ്ങൾ. അപ്പോൾ നമ്മൾ കാണുന്ന ജഡ്ജസിലോട് നമ്മൾ കാര്യം ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിലോട്ട് കടന്നു വരുമ്പോൾ ചാപ്റ്റർ 2 എഴുതിയിരിക്കുന്ന ഒരു വാക്യം നമുക്ക് വായിക്കാം. 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന വാക്യം, വേഴ്സ് 7, 7-ാമത്തെ വാക്യം. യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ഏറിയ നാൾ ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്ത മഹാപ്രവർത്തികളൊക്കെയും കണ്ടിട്ടുള്ളവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ജനം യഹോവയെ സേവിച്ചു. വേഴ്സ് 10, 10-ാമത്തെ വാക്യം. പിന്നെ ആ തലമുറ ഒക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തികളെയും അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി. പ്രൈസ് ഗോഡ്. യഹോവ എന്താണ് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് തിരിച്ചറിയാത്ത ഒരു നെക്സ്റ്റ് ജനറേഷൻ. They do not know what exactly the Lord has done for us എന്നുള്ള കാര്യം തിരിച്ചറിയാത്തൊരു നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടായി. ആ ജനറേഷൻ്റെ എഫക്റ്റ് എന്തായിരുന്നു? തൊട്ടടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. വേഴ്സ് 11, 11-ാമത്തെ വാക്യം. Then, എന്നാൽ
ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് ബാൽ വിഗ്രഹങ്ങളെ സേവിച്ചു. Then the children of Israel did evil in the sight of the Lord and served the Baals. അടുത്ത വാക്യം. തങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ച് ചുറ്റുമുള്ള ജാതികളുടെ ദേവന്മാരായ അന്യദൈവങ്ങളെ ചെന്ന് നമസ്കരിച്ച് യഹോവയെ കോപിപ്പിച്ചു. Praise God. അപ്പം ഇത്രയും കാലം കർത്താവിനെ സ്നേഹിച്ച് കടന്നു വന്ന ഈ ജനം മനസ്സിലാക്കണം, ദൈവം കവനൻ്റൊക്കെ അംഗീകരിച്ചു, എല്ലാം കഴിഞ്ഞു, ഇങ്ങോട്ട് വന്നു. ഒരു ജനറേഷൻ ഇങ്ങോട്ട് കഴിഞ്ഞു വന്നപ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ ദൈവം എന്താണെന്നോ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഭയപ്പെടേണ്ടതാണെന്നോ എന്നുള്ള ഒരു തിരിച്ചറിവുമില്ലാതെ നമ്മളൊരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ പെട്ടെന്ന് ബാലിൻ്റെ അടുക്ക പോവുകയും ഒക്കെ ചെയ്യുന്ന അനുഭവം കണ്ടുവരുന്നതായിട്ട് കാണും. ഇതിനെല്ലാം നമുക്ക് പാരലൽസ് വരയ്ക്കാൻ പറ്റും. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ കാര്യമാണ് ഈ പറയുന്നത്. ആൻഡ് ദ ലോർഡ് വാസ് വെരി ആംഗ്രി വിത്ത് ദിസ് ജനറേഷൻ. ലോർഡ് വാസ് വെരി ആംഗ്രി. ദൈവം അവരെ പല പ്രാവശ്യം പല പ്രശ്നങ്ങളിൽ കൂടി കടത്തിവിട്ടു. ഷോർട്ട് ഇഷ്യൂസ്, ചെറിയ ചെറിയ ഇഷ്യൂസ്, എന്നിട്ട് ഒരു ഡെലിവറൻസ് കൊടുക്കുന്നതായിട്ട് കാണും. ഓരോരുത്തർക്ക് ഓരോ പിന്നെ ഒരു കുറച്ച് കാലം ഒരു സ്വസ്ഥത കൊടുക്കും, പിന്നെയും പ്രശ്നം, പിന്നെയും ഇറ്റ് വാസ് റിപ്പീറ്റിംഗ് സൈക്കിൾ ബിക്കോസ് ദേ വർ ഗോയിങ് അവേ ഫ്രം ദ ലോർഡ്. കാരണം അവരുടെ മനസ്സിൽ യഥാർത്ഥമായ ദൈവത്തിൽ നിന്നും ഐഡൽസിലോട്ട് തിരിയുന്ന ഒരു മനസ്സുണ്ടായി. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പറയും ഇത് പഴയ നിയമ കാലഘട്ടത്തിലല്ലേ, ഇത് കഴിഞ്ഞില്ലേ, ദിസ് ഇസ് ഓൾ ഓവർ, നൗ വി ആർ ഇൻ ദ ന്യൂ ടെസ്റ്റ്മെൻറ്റ്. ലെറ്റ്സ് റീഡ് 1 Corinthians chapter 10. 1 Corinthians 10 അധ്യായം. 1 Corinthians 10 അധ്യായം verse 14, 14-ാമത്തെ വാക്യം. അതുകൊണ്ട് പ്രിയന്മാരെ വിഗ്രഹാരാധന വിട്ടോടുവിൻ. Therefore my beloved flee from idolatry. Flee from idolatry. ഇപ്പം ഇതിന് രണ്ട് ഭാഗമുണ്ട്. ഇപ്പം നമ്മൾ പറയും ഓക്കെ നമുക്ക് ഫിസിക്കലായിട്ടുള്ള ഐഡൽസ് ഒന്നുമില്ല. ഐഡൽസ് എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടുള്ള ഏതെങ്കിലും ഒന്നിൻ്റെ രൂപത്തെ വർഷിപ്പ് ചെയ്യുകയാണല്ലോ. പക്ഷെ അതൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. സോ ഐ എം നോട്ട് ഡൂയിങ് എനി ഐഡോളട്രി. ബട്ട് ഇൻ ദിസ് സിറ്റുവേഷൻ കൊരിന്ത്യ സഭയെ സംബന്ധിച്ചിടത്തോളം, കൊരിന്തിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ പട്ടണം വളരെ ജാതീയമായ പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്നതായതുകൊണ്ട് അവരുടെ ഒരുപാട് കൊളീഗ്സും കാര്യങ്ങളും ഒക്കെ അതേ പശ്ചാത്തലത്തിലുള്ളവരായിരുന്നായിരിക്കാം. അപ്പോൾ അവർ ഇടയ്ക്കൊക്കെ ഒരുപക്ഷെ അവിടെ പോകുന്നവരും കാര്യങ്ങൾ ചെയ്യുന്നവരും ഒക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പൗലോസ് അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് പറയുക. എന്തുകൊണ്ടാണ് നിങ്ങൾ അത്രയും സീരിയസ് ആയിട്ട് നടക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ കർത്താവിൻ്റെ മേശയിൽ പങ്കുചേരുന്നവരാണ്. ആ കോണ്ടെക്സ്റ്റ് നിങ്ങൾ എടുത്ത് വായിക്കും. നിങ്ങൾ കർത്താവിൻ്റെ മേശയിൽ പങ്കുചേരുന്നവരാണ്. ആ പങ്കുചേരുന്നത് കർത്താവിൻ്റെ മരണത്തോടും പുനരുത്ഥാനത്തോടും സദൃശ്യപ്പെടുന്ന ആ മരണ പുനരുത്ഥാനത്തെക്കുറിച്ച് ഓർമ്മിക്കപ്പെടുന്ന ആ ഒരു ശുശ്രൂഷയുടെ അവനോടുള്ള ആ ഒരു ശുശ്രൂഷയുടെ കൂട്ടായ്മയാണെങ്കിൽ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ അവിടെ ചെന്ന് ആ ജാതികളുടെ അവരുടെ യാഗപീഠത്തിൽ നിങ്ങൾ കൈനീട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വേഴ്സ് 20-ാമത്തെ വാക്യം വായിക്കുന്നു. വേഴ്സ് 20. അല്ല, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങൾക്ക് കർത്താവിൻ്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിക്കുവാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിൻ്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾ ചിന്തിക്കരുത് ഐ ആം ടോട്ടലി ഇമ്മ്യൂൺ ബിക്കോസ് ഐ ആം ഫ്രീ ഫ്രം ഓൾ സോർട്ട് ഓഫ് ഈവിൾ പവേഴ്സ് ബിക്കോസ് ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാം എന്നല്ല പൗലോസോടെ പറയുന്നത്. ജാതികളുടെ ഈ പറഞ്ഞത് ഇതുപോലത്തെ മേശകളിൽ നിങ്ങൾ പോയി പങ്കുചേരരുത് എന്നാണ് അവിടെ പറഞ്ഞത്. He says you do not go and take part in the sacrifices and then go and eat. ഒരു പക്ഷേ നിങ്ങൾ പറയും I am not going to take care of it. But then that is the real idolatry which was happening at that time. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ എഴുതേണ്ടി വരുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ നമ്മൾ പറയും നോ ഐ എം നോട്ട്, ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഇറ്റ് ഈസ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഞാൻ പോകുന്നില്ല. ബട്ട് ഇവിടെ നമ്മുടെ ആ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ യു ആർ എക്സ്പോസിങ് യുവർ സെൽഫ് ടു ദ ഡിമോണിക് വേൾഡ്, യു ആർ അൺനെസസറിലി ആസ്കിങ് ഫോർ ട്രബിൾ. നിങ്ങൾ ചൈൽഡ് ഓഫ് ഗോഡൊക്കെയാണ്, കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ യു ആർ ആസ്കിങ് അൺനെസസറി ട്രബിൾ. വഴിയെ പോകുന്ന പട്ടിയുടെ ചെവി പിടിക്കുന്ന പോലെ ഉള്ള എഫക്റ്റാണ് ശരിക്കും പറഞ്ഞ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ഡോണ്ട് ഡു ഇറ്റ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, യു കനോട്ട് ഡ്രിങ്ക് ദ കപ്പ് ഓഫ് ദ ലോർഡ് ആൻഡ് ദ കപ്പ് ഓഫ് ദ ഡെമൺസ്, യു കനോട്ട് പാർട്ടേക്ക് ഓഫ് ദ ലോർഡ്സ് ടേബിൾ ആൻഡ് ദ ടേബിൾ ഓഫ് ദ ഡെമൺസ്, ഓർ ഡു വി പ്രൊവോക്ക് ദ ലോർഡ് ടു ജലസി, ആർ വി സ്ട്രോങ്ങർ ദാൻ ഹി. അപ്പം ദൈവസന്നിധി ദൈവത്തിനൊക്കെ വളരെ ക്ലിയർ ആണ് ദാറ്റ് വി ഷുഡ് നോട്ട് ബി ഡൂയിങ് ദാറ്റ്.
ഓൾറൈറ്റ്. അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ കൂടെ നടക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം സാർ അതൊന്നും നമുക്ക് ഭാഗമല്ല. നമ്മളൊന്നും അങ്ങനത്തെ പരിപാടിക്കൊന്നും പോകുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇറ്റ്സ് ഓൾ വെരി ഗുഡ്. പ്രൈസ് ഗോഡ്. Now let's read Romans chapter 1. റോമർക്കെതിരെ ലേഖനം 1-ാം അധ്യായം. റോമർക്കെതിരെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങൾ. 22-23 വാക്യങ്ങൾ. Can you read 22 and 23? Romans chapter 1 verse 22 and 23. Professing to be wise, they became fools and changed the glory of the incorruptible God into an image made like corruptible man, and birds and four-footed animals and creeping things. അടുത്ത വാക്യം. നെക്സ്റ്റ് വേഴ്സ്. Therefore God also gave them up to uncleanness in the lusts of their hearts, to dishonor their bodies among themselves. Okay. Now this very important verse. Read that verse. വാക്യം വായിച്ചു സിസ്റ്റർ. 22, 23, 24. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് അക്ഷരാർത്ഥത്തിൽ വിഗ്രഹാരാധന ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ചേഞ്ച് ദ ഗ്ലോറി ഓഫ് ഇൻകറപ്റ്റബിൾ ഗോഡ് ഇൻ ടു ആൻ ഇമേജ് മെയ്ഡ് ലൈക്ക് കറപ്റ്റബിൾ മാൻ. അതുപോലെ കറപ്റ്റബിൾ ആകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ദൈവമായി തീരാനുള്ള വലിയ സാധ്യതയുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മളുടെ ജീവിതത്തിൽ അവർ ചെയ്ത എന്നാണെന്നറിയാമോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചേഞ്ച് ദ ഗ്ലോറി ഓഫ് ഇൻകറപ്റ്റബിൾ ഗോഡ് ഇൻ ടു ആൻ ഇമേജ് മെയ്ഡ് ലൈക്ക് എ കറപ്റ്റബിൾ മാൻ. വായിച്ച മലയാളത്തിൽ ഒന്നുകൂടെ വായിക്കുമോ? അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അപ്പം ഈ അക്ഷയനായ ദൈവത്തിന്റെ സ്ഥാനത്ത് നമ്മൾ ഇപ്പോൾ ക്ഷയമുള്ള പലതിനെയും കൊണ്ട് സ്ഥാപിക്കുക. അപ്പം ഒരുപക്ഷെ നമ്മളിപ്പോൾ പക്ഷിയോ നാൽക്കാലിയോ ഒന്നും അതിൻ്റെ രൂപമൊന്നും അതിൻ്റെ മണ്ടയ്ക്കൊന്നും ഉണ്ടാക്കുന്നില്ലായിരിക്കാം. അപ്പം ദാറ്റ്സ് ഓക്കെ. പക്ഷെ നമ്മളിപ്പോൾ അവിടെ സ്ഥാപിക്കുന്നത് ഒരു പക്ഷെങ്കിൽ നമുക്ക് നമ്മുടെ ജോലിയായിരിക്കും, ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ വലിയ ടൈറ്റിലായിരിക്കാം, നമ്മളുടെ കഴിവായിരിക്കാം. ഇറ്റ് കുഡ് ബി എനിത്തിങ് ഇൻ ദ പ്ലേസ് ഓഫ് ഗോഡ്. അവരെ സംബന്ധിച്ചിടത്തോളം ദൈവമല്ല അവിടെ വിഷയം, ഈ കാര്യങ്ങളാണ് വിഷയമായിട്ട്. യു ക്യാൻ ഒഫൻഡ് ഗോഡ്, ദാറ്റ്സ് ഓക്കെ, ബട്ട് വി കനോട്ട് ഒഫൻഡ് ദിസ് ഗോഡ്. ഈ ദൈവത്തെ ഒഫൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ദൈവത്തെ ഒഫൻഡ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷെ ഈ ദൈവം എന്ന് പറയുന്നത് ദൈവമല്ല എന്ന് നമ്മൾ പറയുന്നെങ്കിലും ഈ അക്ഷയനായ ഈ ദൈവത്തെ മാറ്റിവെച്ച് ക്ഷയമുള്ള ഏതോ ഒന്നിനെ, ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോന്നായിരിക്കും. ചിലർക്ക് പൈസ ആയിരിക്കും, ചിലർക്ക് അഭിമാനമായിരിക്കും, ചിലർക്ക് അങ്ങനെ ഓരോരോ വിഷയങ്ങൾ ഓരോരുത്തർക്കാണ്, അത് വ്യക്തിപരമാണ്. ആ കാര്യങ്ങളാണ് നമ്മൾ ഐഡൽസായിട്ട് മണ്ടയ്ക്ക് സൂക്ഷിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കാണുന്നതായിട്ടൊരു കാര്യം ലെറ്റ്സ് റീഡ് 1 Corinthians chapter 10. ലെറ്റ്സ് റീഡ് 1 Corinthians 10-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, വേഴ്സ് 7. ജനം തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു, കളിക്കുവാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. Do not become idolaters. അന്ന് ആ ജനത്തിനെ സംബന്ധിച്ചിടത്തോളം as it is written, the people sat down to eat, drink and rose up to play. ഇത് ആ പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യം എഴുതിയിരിക്കുന്നത് മോശയുടെ സമയത്ത് കാളക്കുട്ടിയെ ഉണ്ടാക്കിയ ആ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് ജനം എഴുന്നേറ്റ് അവർ കളിക്കാൻ എഴുന്നേറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നോർമൽ ഫുട്ബോൾ കളിക്കുകയൊന്നുമല്ല. ഇറ്റ്സ് ദൈവത്തിന് നീതിയല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്യണമെന്ന്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ചില എക്സാമുകൾ നമുക്ക് ചിലത് നല്ല രീതിയിൽ പഠിച്ചെഴുതാം, ചിലത് നമുക്ക് കുറുക്കുവഴിയിലൂടെ പോവാം. കർത്താവിൻ്റെ കൂടെ പോകുമ്പോൾ കർത്താവിനെ ഭയന്ന് നമുക്ക് മുമ്പോട്ട് പോകേണ്ട വലിയ ആവശ്യമുണ്ട്. ഓരോ ജീവിതത്തിൽ നമ്മുടെ കാര്യങ്ങൾ ക്രമീകരിക്കുകയും ആ നിലയിൽ നമുക്ക് മുമ്പോട്ട് പോകേണ്ട വലിയ ആവശ്യമുണ്ട്. എന്നാൽ വേറെ ഏതെങ്കിലും ഐഡൽസിനെ പിൻപറ്റുന്നതിന് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട്
ഇസ്രായേൽ മക്കൾക്കൊക്കെ പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ദൈവത്തിൻ്റെ അടുക്കൽ എല്ലാത്തിനും ഒക്കെ പോകുന്നത്? അവിടെ ഇതൊന്നും ചെയ്യാതെ തന്നെ എല്ലാ കാര്യങ്ങളും അനുവദിക്കുന്ന ഒത്തിരി ദൈവങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നടക്കും, അപ്പോൾ അങ്ങോട്ട് പോകുന്നതല്ലേ എളുപ്പം. അതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചിന്ത. പക്ഷെ ദേ നെവർ റിയലൈസ് ദാറ്റ് നമുക്ക് കാലം കൊണ്ട് നമുക്കറിയാം, ഒടുവിൽ പല ആവർത്തി പല രാജാക്കന്മാരോടും കർത്താവ് ഇടപെടുകയും പല ആവർത്തി പ്രവാചകന്മാരെ പറഞ്ഞു വിട്ട് പല ആവർത്തി പറഞ്ഞ് യെശയ്യാവൊക്കെ 66 അധ്യായങ്ങൾ, ഇത്രയും നീണ്ട അധ്യായങ്ങൾ എഴുതുന്നത് എന്തിനു വേണ്ടിയാണ്? ജസ്റ്റ് ദ ലവ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സ്നേഹം. യെരമ്യാവ് ഇത്രയും ലേഖനങ്ങൾ എഴുതുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ സ്നേഹം. ജനമേ, നിങ്ങൾ മാനസാന്തരപ്പെടും. എന്തിൽ നിന്ന് മാനസാന്തരപ്പെടണം? നിങ്ങളുടെ ഐഡോളട്രസ് വേയിൽ നിന്ന് നിങ്ങൾ മാനസാന്തരപ്പെടണം. നിങ്ങൾ ഈ വിധത്തിൽ കർത്താവിൻ്റെ സ്ഥാനത്ത് വേറെ ഏത് സാധനം ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി ആയിക്കോട്ടെ, നിങ്ങളുടെ ഭർത്താവ് ആയിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, കുഞ്ഞായിക്കോട്ടെ, നിങ്ങളുടെ സ്റ്റഡീസ് ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ പ്രൊഫഷൻ ആയിക്കൊള്ളട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം നമ്മൾ സ്ഥാപിക്കുവാണെങ്കിൽ ഒരു കാര്യം നോക്കണം, we are no better than anybody who is serving a simple an idol. നമ്മൾ പലപ്പോഴും പറയും അവരൊക്കെ ഐഡോളേറ്റേഴ്സാണ്, അല്ലെങ്കിൽ അവരൊക്കെ വിഗ്രഹാരാധന അവർ ചെയ്യുന്നവരാണ്, നമ്മൾ ചെയ്യുന്നില്ല. നമ്മളൊരു പക്ഷെങ്കിൽ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ തന്നെ ചോദിക്കണം, കർത്താവേ, ഞാൻ ദൈവത്തെ വിട്ട് അകന്നു പോയോ? ഞാനിപ്പോൾ കർത്താവിനെ അറിയാത്ത ഒരു ജനറേഷൻ കടന്നു വന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ദൈവമെന്ന് പറയുന്നത് ഒരു തലവേദനയായി. ആ ഒരു നിലയിലായിട്ട് പോകുന്ന ഒരു അനുഭവത്തിലാണോ നമ്മളുടെ ജീവിതത്തിലായിരിക്കും? അതോ കർത്താവേ, ഐ വാക്ക് വിത്ത് യു ബിക്കോസ് ഐ നോ ദിസ് ഗോഡ്, ഈ ദൈവത്തെ രുചിച്ചറിയുവാൻ. ഇപ്പം നമ്മളിപ്പം സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് സഹോദരൻ പറഞ്ഞു, കണ്ണുവയ്യാത്തൊരു മനുഷ്യൻ പുറകെ നടന്ന്, ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ. കർത്താവ് എന്തിനാ അത്രയും പുറകെ? ഒറ്റ പ്രാവശ്യം ചോദിച്ചാൽ കൊടുത്താൽ പോരായിരുന്നു? ഒറ്റ പ്രാവശ്യം എന്തിനാ പുറകെ നടത്തിച്ചാണോ കൊടുക്കുന്നത്? ഒരു കാര്യമുള്ളൂ, ഡു യു റിയലി വാല്യൂ വാട്ട് യു ആർ സെയിങ്? നീ പറയുന്ന കാര്യത്തിന് നിനക്ക് വിലയുണ്ടോ? അതിനുവേണ്ടി കർത്താവ് നമ്മളെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി ചില അവസരങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ തരുന്നെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ കർത്താവ് ആരെയും കഷ്ടപ്പെടുത്താനോ ബുദ്ധിമുട്ടിക്കാനോ ഒക്കെ താല്പര്യപ്പെട്ടൊരു കാര്യം, ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ഒരു ദൈവം അല്ല എന്ന് ദൈവം കൃത്യമായി പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കണം, നമ്മളുടെ അക്ഷയനായ ഈ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ക്ഷയമുള്ള എന്തുമായിക്കൊള്ളട്ടെ, ആ കാര്യങ്ങളെ ആണ് നമ്മൾ അവിടെ വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മളും ചോദിക്കണം, കർത്താവെ, ഞാനും ഈ യോശുവ പറഞ്ഞതിന് ശേഷം പിന്നീട് പറഞ്ഞ ആ വ്യക്തികളെ പോലെ ഞാനും അങ്ങനെ ആയിപ്പോയോ? പക്ഷേ അവരെ നല്ല രീതിയിൽ ശിക്ഷിക്കേണ്ടതായിട്ട് വരുന്നു, അവരെ പ്രവാസത്തിലേക്ക് പറഞ്ഞു വിടേണ്ടതായിട്ട് വരുന്നു. പിന്നെ അവിടെ നിന്നും ഒരു റെമനൻറ്റിനെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നതായിട്ട് കാണുന്നു. ദൈവം കരുണയുള്ളവനാണ്, ദൈവം ദയയുള്ളവനാണ്. അതുകൊണ്ട് പിന്നെയും ദയ കാണിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾക്ക് ഒരു റോമലേഖനത്തിലെ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചല്ലോ, അവിടെ നമ്മൾ കാണുന്നിടത്ത് നമ്മൾ പിന്നെയും കാണുന്നതാണ്. അക്ഷയൻ, ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. പ്രോബ്ലി ഇഫ് യു ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ വേഴ്സ് അഗൈൻ, ജസ്റ്റ് റീഡ് ദാറ്റ് വേഴ്സ് അഗൈൻ പ്ലീസ്. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് സെൻസിറ്റീവ് അല്ലാത്ത ദൈവം പല കാര്യങ്ങളും നമുക്ക് പറയാനായിട്ട് ശ്രമിച്ചിട്ടും നമ്മുടെ ഹൃദയം സെൻസിറ്റീവ് അല്ല. ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് ഒട്ടും തിരിച്ചറിയാൻ കഴിയുന്നില്ല. കാരണം അങ്ങനെ കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. സത്യത്തെ സ്നേഹിക്കാത്തൊരവസ്ഥ നമ്മളുടെ ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് കടന്നുപോയാൽ നിങ്ങൾക്കറിയാം, ഞാൻ പലപ്പോഴും ഉദാഹരണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ചില കാറുകളുണ്ട് 120 ക്രോസ് ചെയ്യുന്ന ഉടനെ തന്നെ ടിങ് 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 എന്നടിക്കും. ചില കാറുകളുണ്ട് 2-3 പ്രാവശ്യം അടിച്ചിട്ട് അങ്ങ് നിൽക്കും. മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മളെ കുറച്ചൊക്കെ വാൺ ചെയ്യും, കുറച്ചൊക്കെ നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഹി കീപ് ക്വയറ്റ്. അദ്ദേഹം നല്ലൊരു ജെന്റിൽമാനാണ്, ആരെയും ഉപദ്രവിക്കില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യണം. ഒരു കാര്യം നിങ്ങൾക്ക് നഷ്ടമാവുന്ന ഒരു കാര്യം മനസ്സിലാക്കണം. മോശയ്ക്ക് നഷ്ടമായതുകൊണ്ട് മോശയ്ക്കാണ് നഷ്ടമായത്. മോശയ്ക്ക് പകരം ജോഷുവയെ ദൈവം എഴുന്നേൽപ്പിച്ചു. ജോഷുവ ദൈവത്തിന് വേണ്ടി നിന്നില്ലെങ്കിൽ അടുത്ത ജോഷുവയെ ദൈവം എഴുന്നേൽപ്പിക്കും. പക്ഷെ ജോഷുവയ്ക്ക് അത് നഷ്ടമാണ്. അത് നമുക്ക് തിരിച്ചറിയണം. ജോഷുവയ്ക്ക് നഷ്ടമാണ്. ദൈവത്തിൻ്റെ പ്രോമിസുകൾ ദൈവം ആരെ കൊണ്ടെങ്കിലും ചെയ്യിക്കും, അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ജോഷുവയ്ക്ക് നഷ്ടപ്പെടും. നമുക്ക് ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്യുവാൻ,
നമുക്ക് ദൈവത്തിൻ്റെ കൂടെ നടക്കുവാൻ ഉള്ള ആ വലിയ ഭാഗ്യം, നമ്മുടെ തലമുറകൾ കർത്താവിന് വേണ്ടി നിൽക്കുവാനുള്ള വലിയ ഭാഗ്യം, അത് നമുക്ക് നഷ്ടപ്പെടും. യേശാവ് വളരെ എന്താ പായസം കുടിക്കാന്നേ, ബാക്കി കാര്യം ജ്യേഷ്ഠാവകാശമൊക്കെ പിന്നെ. അഭക്തനായ മനുഷ്യൻ അല്ലേ, അഭക്തനായ മനുഷ്യൻ. ജഡ്ജസിൻ്റെ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്. ഗിദെയോനോട് പറഞ്ഞ ഒരു വാക്യം 6-ാം അധ്യായത്തിൽ ചാപ്റ്റർ 6 24-25, 6-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങൾ. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പൻ്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുചെന്ന് നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളയുക. Praise God. This is what was been asked by God to Gideon. ഗിഡിയോനോട് ദൈവം സംസാരിച്ചത് ഇങ്ങനെയാണ്, കൃത്യമാണ്. Take your father's young bull, the second bull of how many years? 7 years. അപ്പോൾ നമ്മുടെ വീട്ടിലെ കാളയുടെ വയസ്സ് വരെ ആർക്കറിയാം? ദൈവത്തിനറിയാം. ദൈവത്തിൻ്റെ ആ വാക്കിന് വ്യത്യാസമില്ല. 7 വയസ്സുള്ള ആ കാളയെടുത്ത്, second bull, and tear down the altar of Baal that your father has, and cut down the wooden image that is beside it, and build an altar for the Lord your God on top of the rock in the proper arrangement, and take the second bull and offer a burnt sacrifice to the wood of the image you shall cut down. ഗിദെയോനോട് പറഞ്ഞൊരു കാര്യം, and ഗിദെയോൻ അതുപോലെ ചെയ്യുവാനും പിന്നീട് ഗിദെയോനെ മുമ്പോട്ട് ദൈവം സഹായിക്കുന്നതായിട്ട് കാണുന്നു. പ്രിയ സഹോദരങ്ങളെ, a call to us is very simple and clear. God will help us put our heart for this particular thing. ദൈവം നമ്മളെ സഹായിക്കും. പക്ഷേ ദൈവം നമ്മളെ കൃതാർത്ഥനാകുവാൻ, ദൈവം നമ്മളെ സക്സസ്ഫുൾ ആകുവാൻ, ദൈവത്തിൻ്റെ വഴിയിൽ നമ്മളെ നടത്തുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. God's call is very good and clear for us. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവനോടുകൂടെ ചേർന്ന് നടക്കേണ്ട വലിയ ആവശ്യമാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ വീട്ടിൽ ചെന്ന വാക്യങ്ങളൊക്കെ എടുത്ത് വായിച്ചു നോക്കിയും ഐഡോളട്രിയുടെ കൂടെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് 10-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന 7-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. ജനം തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു, കളിക്കുവാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത് എന്ന് പറഞ്ഞേച്ച് താഴോട്ട് പിന്നെയും ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുക. നിങ്ങൾ പിറുപിറുക്കരുത്, നിങ്ങൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യരുത്. കാരണം ഇതെല്ലാം കംസ് ആസ് എ പാർസൽ. ഇത് വന്നു അതിൻ്റെ കൂട്ടത്തിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള വലിയ സാധ്യതയുണ്ട്. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ ഒടുവിൽ അദ്ദേഹം ആ ലേഖനം നിർത്തുമ്പോൾ ഒരു വാക്യമുണ്ട്, കാണാതറിയാവുന്നവർ പറഞ്ഞാട്ട്, കുഞ്ഞുങ്ങളെ വിഗ്രഹാരാധന വായിച്ചാട്ട്, അറിയാത്തവർക്ക് എടുത്ത് വായിച്ചാട്ട്. 1 കൊരിന്ത്യർ, can you read that verse? 1 John chapter 5 verse 21. മറക്കരുത്, ആ വാക്യം ഒരിക്കലും മറക്കരുത്. ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആണ് ആ വാക്യം കൂട്ടിയതേക്കുന്നത്. കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. Keep yourself from idols. നമ്മൾ വായിച്ചേ, can you read that? 1 John chapter 5 verse 21. Little children, keep yourselves from idols. Little children, out of context, totally out of context ആണ് അത് പറയുന്നത്. പക്ഷേ നമുക്കറിയാം അതിൻ്റെ തൊട്ടുമേൽ ലോകത്തിലെ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞേച്ച് ഒടുവിൽ അദ്ദേഹം പറഞ്ഞു നിർത്തിയപ്പോൾ പറയാണ്, ദൈവസ്നേഹത്തിൽ നിന്നും ആ ദൈവത്തോടുള്ള നമ്മളുടെ അടുപ്പത്തിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തുന്ന ഏത് കാര്യം, ക്ഷയമുള്ള ഏത് കാര്യവുമായിക്കൊള്ളട്ടെ, അതിനെ നമുക്ക് ഗിദെയോനോട് പറഞ്ഞതുപോലെ തച്ചുടച്ചേ പറ്റുള്ളൂ. ആ ദൈവത്തിന് യഥാർത്ഥമായ സ്ഥാനം അവന് കൊടുത്ത് അവൻ്റെ കൂടെ ചേർന്ന് നടക്കുവാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.